ഹായ്, ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഞാനൊരു പൊതിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ പൊതിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? കുറച്ച് പലഹാരങ്ങളാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ബസ്സിലിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് റോഡ് സൈഡിൽ കുറച്ച് പലഹാരങ്ങൾ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വാങ്ങാൻ തോന്നിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാങ്ങിച്ച എല്ലാ എണ്ണക്കടികളും ഞാനാണെങ്കിൽ ഒരു പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെച്ച ആ പലഹാരത്തിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് വെച്ചത് കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ 4 കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ പേരും എനിക്കറിയില്ല. പിന്നെ അവിടെ കടയിൽ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ചിക്കൻ നിറച്ചതാണെന്ന്. അപ്പോൾ ഈ ചിക്കൻ നിറച്ചതും പിന്നെ കട്ട്ലേറ്റും പിന്നെ പേരറിയാത്തൊരു പലഹാരം ഇതൊക്കെ ഞാനാണെങ്കിൽ പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് പിന്നെ കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് പേരെന്താണെന്നറിയാത്ത ഈ ഒരു എണ്ണക്കടിയായിരുന്നു കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലഹാരങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളിൽ ഇതും കൂടി ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ് തന്നെയായിരുന്നേ. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ അത്രയും നമുക്ക് ഹെൽത്തിന് നല്ലതല്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഈ മമ്മൂക്ക പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ളത്ര കഴിക്കാതിരുന്നാൽ മതി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പ്ലേറ്റിൽ മൊത്തമുള്ളത് ഞാനല്ല കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഈ ചിക്കൻ നിറച്ചതും കൂടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും നമുക്ക് വിശന്നിരിക്കുമ്പോൾ കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ ബൈ.